ഹായ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കാണുന്ന രാജ രഘുവംശി, അദ്ദേഹത്തിൻ്റെ വൈഫ് സോനം, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് നിങ്ങളെല്ലാവരും ന്യൂസിലൂടെ കണ്ടു. ആദ്യം രണ്ടുപേരും കല്യാണം കഴിച്ചു, രണ്ടുപേരും ഹണിമൂണിന് പോയി, അവിടെ വെച്ച് രണ്ടുപേരും മിസ്സാവുന്നു. അതിനുശേഷം രാജ രഘുവംശിയുടെ ഡെഡ് ബോഡി കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് സോനത്തിനെ കാണുന്നില്ല എന്നുള്ള ഇത് വരുന്നു. അതിനുശേഷം ലാസ്റ്റ് എല്ലാം മനസ്സിലാവുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു, സോനമായിരുന്നു യഥാർത്ഥ പ്രതി, യഥാർത്ഥ കുറ്റവാളി സോനമായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നു. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സോനത്തിന് മറ്റൊരാളെ ഇഷ്ടമായിരുന്നെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ഫാദറിൻ്റെ കമ്പനിയിൽ ജോലിക്കാരനുമായിട്ട് സ്നേഹത്തിലായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെറുതെ എന്തിനാണ് ആ രാജ രഘുവംശിയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയുള്ള ഇനിയിപ്പോൾ സോനത്തിനോട് ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പുറത്തുള്ള മറ്റുള്ള പെൺകുട്ടികളാണെങ്കിലും മറ്റുള്ള സ്ത്രീകളാണെങ്കിലും മറ്റുള്ള പുരുഷന്മാരാണെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പുരുഷന്മാരാണെങ്കിലും ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെയാണ് നിങ്ങളൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തിനാണ് മറ്റൊരാളുടെ ഒന്നും അറിയാതെ ഒരു നിരപരാധിയുടെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇതിനകത്ത് സോനം മാത്രമല്ല പ്രതികളെന്ന് വേണം മനസ്സിലാക്കാൻ, സോനത്തിൻ്റെ പാരൻസും. കാരണം സോനം തീർച്ചയായിട്ടും സോനത്തിൻ്റെ പാരൻസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, അറിയിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് മറ്റൊരാളുമായിട്ട് സ്നേഹത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പാരൻസ് അത് നടത്തി കൊടുക്കുന്നതായിരുന്നു നല്ലത്. ഇതിപ്പോൾ സോനത്തിൻ്റെ ജീവിതം ഇല്ലാതായി, സോനത്തിൻ്റെ പാരൻസിനും നല്ലൊരു ജീവിതം ഇല്ലാതായി, രഘുവംശിയുടെ ജീവിതം ഇല്ലാതായി, കൂടെ ഉണ്ടായിരുന്ന കാമുവിൻ്റെ ജീവിതം ഇല്ലാതായി. നമ്മളൊരു സിനിമയിൽ കേൾക്കുന്ന പോലെ അവനും വീണു, ആ വഴി കൂടെ പോയവരെല്ലാം വീഴ്ത്തി എന്നൊക്കെ പറയുന്നത് പോലെ ആയിപ്പോയി ഇപ്പോൾ ഇവിടുത്തെ കാര്യം. അതുപോലെ തന്നെയാണ് ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണെന്നാണ്. സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല. തീർച്ചയായിട്ടും സ്നേഹിക്കണം, സഹജീവികളോട് സ്നേഹം ഉണ്ടാവണം, കരുണ ഉണ്ടാവണം, ഒക്കെ വേണം. സ്നേഹിക്കുന്നതും തെറ്റല്ല. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതിപ്പം ഒരാളെ സ്നേഹിക്കുക, മറ്റൊരാളുടെ ജീവിക്കാൻ തീരുമാനിക്കുക. അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കാമുകൻ്റെ ജീവിക്കാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ വെറുതെ ഈ രഘുവംശിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്ന രഘുവംശിയുടെ വീട്ടുകാർക്ക് മാത്രമാണ്. സോനത്തിനും അവരെന്തും കാരണം അവർ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വിവരം ഉണ്ടാവില്ല എന്നുള്ളതും ഇതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളോടുകൂടി നമ്മുടെ ഗ്രീഷ്മയുടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടാണ്. റാങ്ക് വാങ്ങിച്ച കുട്ടിയൊക്കെ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും സോനത്തിൻ്റെ പാരൻസിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ ഡയറക്റ്റായിട്ടല്ലെങ്കിൽ പോലും നേരിട്ടല്ലെങ്കിൽ പോലും അവരും ഇതിനകത്ത് ഉത്തരവാദികൾ തന്നെയാണ്. അപ്പോൾ പാരൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ, അവർക്ക് ആരെങ്കിലും കൂടെ ജീവിക്കണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു 18 വയസ്സിന് ശേഷം, പ്രായപൂർത്തിയായതിനു ശേഷമായിരിക്കും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം അതിന് പ്രായപൂർത്തിയായതിനു ശേഷമാണ് അവർ ഉന്നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ലൈഫ് ജീവിച്ചോട്ടെ. നമ്മൾ ദുരഭിമാനത്തിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളുടെയോ മറ്റുള്ള ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് വ്യത്യാസം കാണുമായിരിക്കും, സോഷ്യൽ സ്റ്റാറ്റസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊന്നും പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കയറി അടങ്കോലുണ്ട, ബാക്കി വരുന്നത് അവർ തന്നെ ഫേസ് ചെയ്തോളും എന്ന് വിചാരിച്ച് അവർ ഇഷ്ടം നടത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാവും, ആവർത്തിക്കും എന്ന് മനസ്സിലാക്കേണ്ടി വരും, എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.